എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ജോബ് അപ്ഡേറ്റ് ആണ് പരിശോധിക്കാനായിട്ട് പോകുന്നത്. സർക്കാർ മേഖലയിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച അവസരമാണ്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനിൽ അതായത് LICയിൽ ജൂനിയർ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് വിജ്ഞാപനം പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ വീഡിയോയുടെ വിശദവിവരത്തിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനടി ലഭിക്കാൻ ബെല്ലൈക്കൺ അമർത്താം. കൂടാതെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക. ഈ റിക്രൂട്ട്മെന്റിന്റെ മുഴുവൻ വിവരങ്ങൾ നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യം മൊത്തം ഒഴിവുകളുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഈ റിക്രൂട്ട്മെന്റിൽ ഏകദേശം 150 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ സംസ്ഥാനത്തേക്കും വേറിട്ട ഒഴിവുകൾ നൽകിയിട്ടുണ്ട്. കേരളത്തിൽ മൊത്തം 3 ഒഴിവുകളാണുള്ളത്. ഇവ എറണാകുളം, പാലക്കാട്, തൃശൂർ എന്നീ ജില്ലകളിൽ വിതരണം ചെയ്തിരിക്കുന്നു. ഇനി കർണാടകയിൽ നോക്കുകയാണെങ്കിൽ ബംഗളൂരു, ബെൽഗാം, ഗുൽബർഗ, ഹസൻ, മംഗളൂരു, മൈസൂർ തുടങ്ങിയ സ്ഥലങ്ങളിലായി മൊത്തം 29 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ 21 ഒഴിവുകളാണുള്ളത്. അതിനാൽ അപേക്ഷകർക്ക് തങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിലേക്ക് അപേക്ഷിക്കാം. ഇനി യോഗ്യതയുടെ കാര്യത്തിൽ നോക്കാം. അപേക്ഷിക്കാൻ കുറഞ്ഞത് ഒരു ഡിഗ്രി യോഗ്യത ഉണ്ടായിരിക്കണം. ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയവർക്ക് അപേക്ഷിക്കാൻ കഴിയും. കൂടാതെ കമ്പ്യൂട്ടർ പ്രവർത്തനപരമായ അറിവും ഉണ്ടായിരിക്കണം എന്നതാണ് നിർദ്ദേശം. ഇനി പ്രായപരിധി നോക്കാം. പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് 21 മുതൽ 30 വയസ്സ് വരെയാണ്. പ്രായം കണക്കാക്കുന്നത് 2026 ഏപ്രിൽ 1 അടിസ്ഥാനമാക്കിയാണ്. എന്നാൽ സർക്കാർ നിയമങ്ങൾക്കനുസരിച്ച് റിസർവേഷൻ ഭാഗങ്ങൾക്ക് പ്രായപരിധി ഇളവ് ലഭിക്കും. ഇനി അപേക്ഷ സമർപ്പിക്കാനുള്ളത് എങ്ങനെയെന്ന് നോക്കാം. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ഏപ്രിൽ 30 ആണ്. അതായത് ആ തീയതി വരെ ഓൺലൈനായി അപേക്ഷിക്കാം. പരീക്ഷയുടെ തീയതി 2026 ജൂൺ മാസത്തിന്റെ ആദ്യ വാരത്തിൽ നടത്താനാണ് സാധ്യത. ഇനി ശമ്പള വിശദാംശങ്ങൾ നോക്കാം. ശമ്പളത്തിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ ഏകദേശം 41,500 രൂപയോളം മാസശമ്പളം ലഭിക്കും. വാർഷികമായി ഇത് ഏകദേശം 4.8 ലക്ഷം വരെയാകും എത്തുക. കൂടാതെ മറ്റ് അലവൻസുകളും ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ്. ഇനി എക്സാമിനേഷൻ പാറ്റേൺ നോക്കാം. എക്സാമിനേഷൻ പാറ്റേൺ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓൺലൈൻ പരീക്ഷയായിരിക്കും നടത്തുന്നത്. മൊത്തം 200 ചോദ്യങ്ങൾ ഉണ്ടാകും. 200 മാർക്കിനായിരിക്കും പരീക്ഷ. സമയം 120 മിനിറ്റ് ആണ്. ഇനി വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇംഗ്ലീഷ് ലാംഗ്വേജ്, ലോജിക്കൽ റീസണിംഗ്, ജനറൽ അവയർനെസ്, ന്യൂമറിക്കൽ എബിലിറ്റി, കമ്പ്യൂട്ടർ നോളജ് എന്നിവയാണ്. പരീക്ഷയുടെ ഭാഷ ഇംഗ്ലീഷിലായിരിക്കും. കേരളത്തിലെ പരീക്ഷാ കേന്ദ്രങ്ങളായി കൊച്ചി, തിരുവനന്തപുരം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശൂർ തുടങ്ങിയ സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനിൽ അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് മുഴുവൻ വിജ്ഞാപനം ശ്രദ്ധാപൂർവ്വം വായിക്കുക. ആവശ്യമായ രേഖകൾ, യോഗ്യത, മറ്റ് മാനദണ്ഡങ്ങൾ എന്നിവ ഉറപ്പാക്കുക. ചുരുക്കത്തിൽ പറഞ്ഞാൽ സർക്കാർ മേഖലയിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ നല്ലൊരു അവസരമാണ്. ഒഴിവുകൾ കുറവായതിനാൽ മത്സരം കൂടുതലായിരിക്കും. അതിനാൽ താല്പര്യമുള്ളവർ വേഗത്തിൽ അപേക്ഷിക്കുകയും പരീക്ഷയ്ക്ക് നല്ല തയ്യാറെടുപ്പ് ആരംഭിക്കുകയും ചെയ്യുക. ഈ അവസരം നഷ്ടപ്പെടുത്താതെ പ്രയോജനപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഇനിയും ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ജോലി നേടുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ഉപകാരപ്പെടും. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരാം. നെക്സ്റ്റ് ഒരു ജോബ് അപ്ഡേറ്റുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.